എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ഇവിടെ ഡ്രസ്സ് വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. അവർ ഇന്ന് വന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമേ കഴുക്കോല് പിടിപ്പിക്കാനുള്ള പണിയാണ് തുടങ്ങിയത്. അതിന് ഭിത്തിയിൽ ഈ തകിട് പ്ലേറ്റ് പിടിപ്പിച്ചിട്ട് അതിൽ ബെൽഡ് ചെയ്ത് വെക്കുകയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭിത്തി തുളച്ച് അതിനകത്ത് വെക്കുക, അല്ലെങ്കിൽ സൈഡിൽ വേറെ രണ്ട് കാല് ബെൽഡ് ചെയ്തിട്ട് അത് ബോൾട്ട് ചെയ്ത് വെക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ അവർ അതിന് കട്ടിയുള്ള തകിട് ആദ്യം അതേലിട്ട് സെറ്റ് ചെയ്യും. അതെടുത്തിട്ട് എന്നിട്ട് അതേലിട്ട് കൊണ്ടുപോയി ബെൽഡ് ചെയ്ത് വെക്കുക. തകിടാണെങ്കിൽ കാലങ്ങളോടും കിടന്നോളും, പെട്ടെന്ന് പോവുകയില്ല. നല്ല കട്ടിയുള്ള തകിടാണ്. ഒരാൾ കഴുക്കോലൊക്കെ അതിൻ്റെ അളവിന് മുറിച്ചിട്ട് പെയിൻ്റ് അടിച്ച് വെച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ പെയിൻ്റ് ആണെങ്കിലും അതെ, അവർ പറയുന്ന ഒരു 1/4 മണിക്കൂർ ഇരുന്നാൽ മതി, അവൻ ഉണങ്ങിക്കോളും എന്ന് പറഞ്ഞു. നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രൈമർ അടിക്കും, അതായത് എന്താ പറയുക, ഒരു മഞ്ഞ നിറമുള്ളതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അത് എല്ലാം മാറി. ഇപ്പോൾ ഇതും പ്രൈമറാണ്, പക്ഷേ ഇതിന് പെയിൻറ്റിൻ്റെ ഒരു കളർ ഉള്ളതുകൊണ്ട് വേറെ ഒന്നും അടിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഇത് മാത്രം മതി എന്നാണ് പറയുന്നത്. അത് നല്ല സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല കേട്ടോ, ഇത് പറഞ്ഞതാണ്. ഇത് അതിൻ്റെ സൈഡിൽ വെക്കാനുള്ള വല സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം സെറ്റ് ചെയ്തിട്ട് കയറ്റി വെൽഡ് ചെയ്യുക. ഇതിനകത്ത് ഇവർ 2 പേരേ ഉള്ളെന്നുള്ളതാണ് വേറെ രസം. ഒരാൾ പൊക്കത്തിൽ മറ്റേ തകിടടിച്ചു, ഒരാൾ അതെല്ലാം മുറിച്ച് പെയിൻ്റ് അടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവർ മെഷ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ കാണുന്നത് എനിക്ക് ആ എറമ്പില്ല, ആ അടുക്കള വശത്തിൻ്റെ തിണ്ണയിൽ നല്ല വെയിലും അതുപോലെ മഴ വന്നാൽ ഭയങ്കരമായിട്ട് ഊതാനും അടിക്കുക. കാരണം ഒരു 2-3 അടി നീളത്തിൽ ഒരു എറമ്പ് പിടിപ്പിക്കാൻ അതിൻ്റെ അളവാണ് എടുക്കുന്ന കണ്ടത്. എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് തീർക്കുവാണേൽ എറമ്പിൽ ഷീറ്റ് ഇടാനുള്ള കഴുക്കോല് പിടിപ്പിച്ചു. ഇതൊരു ദിവസത്തെ വർക്കല്ല കേട്ടോ, ഇത് ഇപ്പം 2ാമത്തെ ദിവസമായത്. കുറേശ്ശെ ഉള്ള വീഡിയോ കാണിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ്. തൂണുകളെല്ലാം നാട്ടി അത് ഇതുപോലെ പ്ലേറ്റ് ഡ്രില്ല് അതേ പിടിപ്പിച്ചിട്ട് അതേൽ ബെൽഡ് ചെയ്ത് വെക്കുക. എളുപ്പമുണ്ടല്ലോ. തൂണും പ്ലേറ്റുമായിട്ട് വെൽഡിങ് നടക്കുന്നു. കഴുക്കോല് വെച്ചിരിക്കുന്നു. ഈ നിൽക്കുന്നയാൾ ഏന്തിയാറുകാരനാണ് കേട്ടോ. ഇതാണ് പാലായിലുള്ള ആൾ, മൂന്നാനിയിലുള്ള ആൾ. മെഷീന് പെയിൻ്റ് അടിക്കുക. ഇപ്പോഴത്തെ പെയിൻ്റ് അടിയൊക്കെ എത്ര എളുപ്പമാണ് ഇതുകൊണ്ട് പെയിൻ്റ് അടിച്ചതോ. പണ്ടൊക്കെ ആണെങ്കിൽ ബ്രഷ് വെച്ച് തൊട്ട് തേച്ച് എന്ത് പാടായിരുന്നു. ഇതൊക്കെ കണ്ടുപിടിച്ചാലും നല്ലതായി. അടുത്ത ദിവസം അങ്ങനെ ഷീറ്റ് ഇട്ട് തീരാറായി. ഷീറ്റിട്ടു. ഇനി അടുത്ത പടി മെഷ് പിടിപ്പിക്കുമായിരിക്കണം. ഇങ്ങനത്തെ ഷീറ്റാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടുക്കള വശത്തെ എറമ്പും പിടിപ്പിച്ച് തീരാറായിട്ടുണ്ട്. എറമ്പ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് മുകളിൽ പിടിച്ചിട്ട് പരിപാടിയുണ്ട്. ഒരു നടുമുറ്റമുണ്ട്, അതിൻ്റെയാണ് ഈ കാണുന്നത്. അതിൻ്റെ ഫ്രെയിം അവർ ഉണ്ടാക്കി വെച്ചു, അളവൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുന്നു. അത് അവർ അരപ്പറ്റി കെട്ടിയതിനകത്ത് ചിലയിടത്ത് പൊക്ക വ്യത്യാസമുണ്ട്. അത് കാരണം ഇവർ ഡ്രസ്സ് ഫ്രെയിം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരിടം ചേരുകയില്ല, അപ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കും. ഇത് കുറേ നാളായിട്ട് ഞങ്ങൾ ഈ മഴ പെയ്ത് കഴിയുമ്പോഴേ മുറിക്കകത്തല്ല ഹാളിനകത്തോട്ട് ഊതാനും കണ്ടുവാനും അടിക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പടുതായൊക്കെ ഇട്ടാണ് വെച്ചുകൊണ്ടിരുന്നത്.
അതിൽ അകത്ത് കയറി വരുമ്പോൾ മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായി. നല്ലൊരു ഓർമ്മ ഇതെന്താ ഇങ്ങനെയെന്ന്. ഇത് ഈ വളച്ച് വെക്കുന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഊതാനം അടിക്കുകയില്ല, വായു അകത്തോട്ട് കയറുകയും ചെയ്യും കാറ്റുമൊക്കെ വരുമ്പോഴേ. ഈ പോളി കാർബണേറ്റ് എന്നും പറഞ്ഞൊരു ഷീറ്റാണ് അത്. നമ്മൾ കുറഞ്ഞ ഷീറ്റാണ് ഇടുന്നത്, മറ്റേ ക്രിസ്റ്റൽ ടൈപ്പ്, പ്ലെയിൻ ഗ്ലാസ് അല്ല, അതുമല്ല. കാണാൻ വെളിച്ചവും കിട്ടും, ഒന്നും കാണാനും മേല. ഭയങ്കര വിലയാണ് അതിനൊക്കെ. സ്ക്വയർ അടിക്കേണ്ട 100 രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട്. ബെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പൈപ്പ് നല്ല പൈപ്പായിട്ടിരിക്കുന്നത്, 2 തെങ്ങിൻ്റെ പൈപ്പാണ്. അതുകൊണ്ട് ഇച്ചിരി ബലമുണ്ടല്ലോ. അതിൻ്റെ അടിയിൽ കാണുന്ന പൈപ്പ് ഞങ്ങൾ പെര പണിത കാലത്ത് പിടിപ്പിച്ച കേട്ടോ. അത് SS-ൻ്റെ, അത് കുഴപ്പമൊന്നുമില്ല, തുരുമ്പൊന്നും ഇല്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സുരക്ഷിതത്വം കൂടെ വേണമല്ലോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്നത്തെ കാലമല്ലേ. ഇതാ ഷീറ്റ് ഇട്ടത് മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്, മൊത്തത്തിലൊരു കാഴ്ച. ഇത് കിഴക്ക് വശമാണ്, നമ്മൾ കറമ്പ് പിടിപ്പിച്ച ഭാഗമാണ്. ഇത് കഴിഞ്ഞു. ഞങ്ങളുടെ ഡ്രസ്സ് വർക്ക് പണികളൊക്കെ തീരാൻ പോകുന്നു. ഇത് വർക്ക് ചെയ്ത ആളുകളെ കാണണ്ടേ. ഇതായിരിക്കുന്ന ഒരാൾ, സംഗീതം എന്നാണ് പേര്, NTR അല്ലേ, NTRകാരനാണ്. രാവിലെ വരും. ഇതാ ഒരാൾ അവിടെ ഉണ്ട്, മെയിനാളല്ല, 2 പേരും മെയിനാണ്. ജോബി, പാല, മൂന്നാനി. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കും. ഇപ്പോൾ ഒരു 4-5 ദിവസമായി അല്ലേ, 5 ദിവസമായല്ലോ നമ്മൾ തുടങ്ങിയിട്ട്. 5 ദിവസത്തോളമായി. എൻ്റെ അവസാന ഭാഗമാണ് കേട്ടോ. ഇവരെ അല്ലാതെ എനിക്ക് കിട്ടിയില്ല, അത് കാരണം ഇവരെ പരിചയപ്പെടുത്താൻ പറ്റിയില്ല. എനിക്ക് സമയം കിട്ടാത്തതാണ് കേട്ടോ. നമ്മുടെ സ്ട്രോങ് ടീമുകളാണ് എല്ലാവരും. ഞങ്ങളുടെ കോൺട്രാക്ടറുടെ മിക്കവാറുള്ള വർക്കുകളൊക്കെ ഇവരാണ് ചെയ്യാറുള്ളത്. കോൺട്രാക്ടറെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ. കണ്ടിട്ടില്ലാത്തവരത് പോയി കാണണം എന്ന് പറയുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ആ ഫ്രെയിം അരപ്രൈസല്ലേ വെച്ചിരിക്കുന്നത്. അവിടെ ഈ പശ തേക്കണം, എന്ന് വെച്ചാൽ മറ്റേ അരപ്രൈസിൻ്റെ ഭിത്തിയും ഷീറ്റിൻ്റെ എൻഡും എല്ലാം കൂടെ ഒരേ ലെവലിലാണ്. അപ്പോൾ അതിൽ വെള്ളം ലീക്ക് ചെയ്ത് അകത്തോട്ട് വരാതിരിക്കാനായിട്ട്. അതിപ്പോൾ ഇറമ്പുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇതാണ് അതൊരു പ്രത്യേകതരം പശ, ഇച്ചിരി വിലയുള്ള സാധനം. അതങ്ങനെ ഒട്ടിച്ചങ്ങ് വെക്കും. പോകുകയെന്നാണ് പറഞ്ഞത്, ഒരിക്കലും പോകുകയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും കൂടെ ഒട്ടിക്കാനായിട്ട് ഇന്നലെ പണി തീർന്നതാണ്. പക്ഷേ ഇത് വൈകുന്നേരം ആയതുകൊണ്ട് അവർ കേൾക്കാതെ പോയത്. ഇപ്പോൾ ഇന്ന് വന്നതാണ്. അങ്ങനെ പശ തേച്ച് ഒരു സൈഡ് തീർന്ന് രണ്ടാമത്തെ സൈഡ് തേക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ കാണുന്ന മൂലയായിട്ട് ആ അരപ്രൈസുമായിട്ട് ചേരാതെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രസ് വർക്കിൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ അവരുടെ പരിപാടി തീർന്നു. എല്ലാം
സാധനങ്ങളെല്ലാം എടുത്ത് ഇന്നവർ സ്റ്റാൻഡ് വിടും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം, സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ ബൈ. താങ്ക് യു.